ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും അത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന്. മാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന്. അതുകൊണ്ട് പ്രതീക്ഷയറ്റ ജീവിതമല്ല, പ്രതീക്ഷയുള്ള ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ മാറ്റിവെച്ച് പ്രതീക്ഷയുടെ തലത്തിൽ നിന്നും അല്പം ഉയർന്ന് നിത്യതയുടെ പ്രത്യാശയുടെ ഒരു തലത്തിലേക്ക് ഉയരണമെന്ന് മാതാവിന്റെ സ്വർഗാരോഹണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിന്റെ സാന്നിധ്യമാണ് ആ കുടുംബത്തിന് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. അവരുടെ പ്രതിസന്ധിയിലേക്ക് മാതാവ് കടന്നു വരുന്നു. അവിടേക്ക് ഈശോയെ ക്ഷണിക്കുന്നു. പിന്നെ അവിടെ വെള്ളം വീഞ്ഞായി മാറ്റപ്പെടുന്നു. 6 കൽഭരണികൾ നിറഞ്ഞു കവിഞ്ഞ വീഞ്ഞ്, 12 കുട്ട നിറയെ അപ്പക്കഷ്ണങ്ങൾ, ചോദിക്കുന്നവർക്ക് ആവശ്യത്തിലേറെ നൽകുന്ന ദൈവിക ഭാവം. അവരുടെ ജീവിതത്തിൽ സാന്നിധ്യമാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനസ്സ് തളർന്നവന്, ഹൃദയം തുടങ്ങിയവർക്ക്, ഒരാശ്വാസവാക്ക് പറയാൻ ആരുമില്ലാതെ വിഷമിക്കുന്നവർക്ക് അവരെ കാണുമ്പോൾ നാം മാതാവിനെ ഓർമ്മിക്കുക. മാതാവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകും. അവരുടെ ജീവിതത്തിലെ വീഞ്ഞ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കടന്നു ചെല്ലുവാനും ലഹരി അടുത്ത ജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുവാനും, ലഹരി തീർന്നുപോയ ജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം. അതിന് നാം മാതാവിനെ മാതൃകയാക്കണം. മാതാവിനെ മാതൃകയാക്കുന്നത് പോലെ തന്നെ ഈശോയിൽ ദൈവിക ഭാവത്തെ വിളിച്ചുണർത്തിയ മാതാവിനെ പോലെ നമ്മിൽ ഓരോരുത്തരും ഒതുങ്ങിക്കിടക്കുന്ന ദൈവിക ഭാവങ്ങളും നന്മകളും വിളിച്ചു നിർത്തുവാൻ മാതാവ് നമ്മെ സഹായിക്കും. മാതാവിന്റെ സ്വർഗാരോപണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മരണമില്ലാതെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ഒരു മറിയത്തിന്റെ ചിത്രമാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അവളെ കാണിച്ച വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും ആകത്തുകയായി അവൾക്ക് ലഭിച്ച സമ്മാനമാണ് അവളുടെ സ്വർഗാരോപണം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മാതാവിനെ പോലെ വിശുദ്ധിയിലും വിവേകത്തിലും വിശ്വാസത്തിലും വളരാം. പ്രിയമുള്ളവരെ, ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കറുത്ത ചങ്ങലയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ഗാന്ധിജിക്കും മറ്റും കഴിഞ്ഞതുപോലെ സ്വതന്ത്ര ഇന്ത്യയെ വീണ്ടും സ്വാതന്ത്ര്യത്തിന്റെ ഹാരമണിയിക്കുവാൻ ഇനിയും പുത്തൻ ഗാന്ധിജിമാർ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. അതും മറ്റാരുമല്ല, നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ആ വലിയ ഉത്തരവാദിത്വം, ആ വലിയ കടമ നിർവഹിക്കുവാൻ സർവശക്തനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സ്വർഗാരോപണ തിരുനാളിൽ അതിനായി നമുക്ക് മാതാവിനെ മാതൃസ്മി അയച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും മാതാവിനെ സമർപ്പിക്കാം.